കൺഗ്രാറ്റുലേഷൻ ഷിജു. കൺഗ്രാറ്റുലേഷൻസാ? ആ എന്തിന്? അതെന്താന്ന് വെച്ചാ ഞാൻ പറഞ്ഞില്ലേ, ഒരു പ്രാവശ്യം ഈ പരിപാടിക്ക് ഇറങ്ങി തിരിച്ചിട്ട് നശിച്ച് നാണം കെട്ട് നാറി വീട്ടുകാരുടെയും നാട്ടുകാരുടെയും മുഖത്ത് നോക്കാൻ പറ്റാണ്ടായിട്ടും വീണ്ടും ഈ പരിപാടിക്ക് ഇറങ്ങി തിരിച്ചല്ലോ. അതിനൊരു ധൈര്യം വേണം. അതിൽ ചെറിയൊരു ഹീറോയിസം ഉണ്ട് അല്ലേ? അങ്ങനെ നോക്കുകയാണെങ്കിൽ ഷിജു താനൊക്കെ ഒരു ഹീറോ ആണ്. ഹീറോയാ? ഞാനാ? ആ, ഹീറോ. ഒരു കണക്കിന് നോക്കുകയാണെങ്കിൽ നമ്മളൊക്കെ ഒരേ തൂവൽ പക്ഷികളല്ലേ. പിന്നെ ഈ ട്രാജഡി എല്ലാവരുടെ ജീവിതത്തിലും സംഭവിക്കും. ഇപ്പോൾ എൻ്റെ സ്റ്റോറി തന്നെ എടുക്കുക. ഞങ്ങളുടേത് ഒരു ഓക്കെ ഫാമിലിയാണ്. പപ്പ, അമ്മ, ഞാൻ, സ്നേഹ എന്ന് പറയുന്നത് എൻ്റെ ചേച്ചിയാണ്. അവളൊരു ദിവസം ആരോടും പറയാണ്ട് ഒരാളോട് അങ്ങ് ഇറങ്ങിപ്പോയി. അങ്ങനെ അവളും എൻ്റെ ദേഷ്യത്തിൽ നീ ഞാനും ആരെങ്കിലും കൂടെ പോയാലോ എന്നുള്ള പേടിയിൽ ധൃതി പിടിച്ച് എന്നെ അങ്ങ് ഇടിച്ചു വിട്ടു. ഞാൻ അത്യാവശ്യം നന്നായിട്ട് പഠിക്കുകയൊക്കെ ചെയ്യായിരുന്നു. പപ്പ എൻ്റെ നല്ലത് വിചാരിച്ചിട്ട് തന്നെ ആയിരിക്കും ചെയ്തത്. പക്ഷെ ഞാൻ എത്തിപ്പെട്ട സ്ഥലം എന്നെ ഒരുപാട് ഉപദ്രവിക്കുമായിരുന്നു. അയാൾക്കതൊക്കെ ഒരു തമാശയായിരുന്നു. പിന്നെ ഒരു സൈ കെട്ടിട്ടാ ഞാൻ എങ്ങനെയോ അവിടെ നിന്ന് ഇറങ്ങി രക്ഷപ്പെട്ട് ഓടിയത്. രണ്ട് കാപ്പി വയ്ക്കട്ടെ? ഷിജുവിനറിയാവോ ഞാൻ എന്തിനാ പോലീസായെന്ന്? ഇല്ല. എന്തിനാ? അയക്കിട്ട് 2 എണ്ണം കൊടുക്കാൻ വേണ്ടി മാത്രമാണ് ഞാൻ പോലീസായത്. എന്നിട്ട് കൊടുത്താ? സ്റ്റിൽ വെയിറ്റിംഗ് ആണ്. പക്ഷേ കറങ്ങിത്തിരിഞ്ഞ് എൻ്റെ മുന്നിൽ വന്ന് പെടും അവൻ. എനിക്ക് ഉറപ്പാ. അല്ല, അതാണ് കയ്യിലിരിപ്പ്. അന്ന് ഞാൻ അവനൊരു കണക്കിന് കൊടുക്കും. ഞാൻ അന്വേഷിച്ചപ്പോൾ എനിക്ക് മനസ്സിലായത് ഷിജു ഒരു സാധു ജീവിയാണെന്നാണ്. പോലീസല്ലേ, അന്വേഷിക്കാൻ വലിയ പാടൊന്നുമില്ലല്ലോ. എനിക്ക് താൻ ഓക്കെയാണ്. എൻ്റെ കാര്യങ്ങളൊക്കെ ഇപ്പോൾ ഞാൻ തന്നെയാണ് തീരുമാനിക്കാറ്. ഷിജു ഇപ്പോൾ സമയമെടുത്ത് ആലോചിച്ചിട്ട് പറ, എന്നിട്ട് എന്നെ വിളിക്കുക. ഞാൻ ഇറങ്ങട്ടെ. അപ്പോൾ കാണാം. എവിടേത്? എന്നാ പിന്നെ ഞങ്ങൾ അങ്ങോട്ട്. അയ്യോ, മോളുടെ പപ്പ ഇപ്പൊ വരും. അതിപ്പോ ഇനിയും വരാലോ, വേഗം പോണം. കാര്യം കടയിൽ ആരും ഇല്ലാത്തതാ. പിന്നെ ശുചിക്കുട്ടനാണെന്നുണ്ടെങ്കിൽ 3-4 മോട്ടിവേഷൻ ക്ലാസ്സുകൾ എടുക്കാനുള്ളതാ. അമേരിക്കയിൽ നിന്ന് ഓറീസിൽ നിന്നൊക്കെല്ലടാ. എന്നാലും ഇവിടെ വരെ വന്നിട്ട് കുഴപ്പമില്ലെന്നേ. ഇനിയും വരാലോ. ഞങ്ങൾ ഇറങ്ങട്ടെ മോളെ, പോയിട്ട് വരാം. ഓക്കെ, ശരി. ഞാൻ വന്നല്ലോ. അച്ഛനായിരിക്കുമല്ലേ? അതെ, സജുവിനെ കാണാൻ വരുന്നു പറഞ്ഞില്ലേ, അവരാണ്. ഞാൻ സജിതയുടെ അച്ഛനാണ്. പേര് രാഹുൽ. രാഹുലോ? തൊഴുത്തിൽ രാഹുലൻ നായർ. ഇത് ജാക്സൺ, എന്റെ കൂട്ടുകാരനാ. മൈക്കൽ ജാക്സൺ. നാളത്തെ ബമ്പറുണ്ട്, ഒന്നെടുക്കട്ടെ? അയ്യേ, എനിക്ക് വേണ്ട. സുഭാഷ് ചേട്ടനാണോ? ആർക്കും വേണ്ട, പൊയ്ക്കോ. എന്നാ ശരി. ഞാനൊരു അത്യാവശ്യമായിട്ട് ഒരു ഇൻവെസ്റ്റ്മെന്റ് പ്ലാനുമായിട്ട് ഇറങ്ങിയത്. സൂക്ഷിച്ചും കണ്ടു എടുത്തില്ലെങ്കിൽ മൊത്തത്തിൽ അടിച്ചു പോവേ. ശരിയല്ലേ? അല്ലേ മോളെ?
എല്ലാവർക്കും ഇഷ്ടമായി. എല്ലാവർക്കും ഇഷ്ടമായി. മംഗളം വന്നു, എല്ലാം ശരിയായി. മംഗളോ? അതാരാ? മംഗളം ലോട്ടറി ലോട്ടറി. ഇതാണല്ലോ ഇൻവെസ്റ്റ്മെന്റ്. ഞങ്ങളെന്നാ പോയിട്ട് വരാം. ശരി. വാ പോ. നീ ആ കൊച്ചിനോട് പറ്റി എന്തെങ്കിലും പറഞ്ഞിട്ടോടോ? ഓ പറഞ്ഞിട്ട് വരാം. പോരാ. പോയിട്ടോ. ഞങ്ങളെന്നാ പോട്ടെ. നമ്പർ ഉണ്ടല്ലോ, ഇടയ്ക്ക് വിളിക്കാം. അധികം ദൂരമൊന്നുമില്ലല്ലോ, ഇടയ്ക്ക് കാണാം. സാറേ, ഞാൻ പറഞ്ഞില്ലേ, ഇത് നമ്മുടെ ആള് ജോണി. ഷിജു. ആ, ഓൾ ദി ബെസ്റ്റ്. പോവാം. ഞാൻ ഒരു കാര്യം പറയട്ടെ സജുവിനോട്. ഉം. സജുവിനെ ഡ്രസ്സിൽ കാണാനേ സെറ്റ് ചെയ്യുന്നുണ്ട്. ഇത് അതെ അതെ, വേറെ പാട്ട് പാടും. എടി, നീ ആ കൊച്ചിനെ ഒന്ന് നോക്കിയേ. ഈ വീട്ടില് കാലങ്ങളായിട്ടുള്ള ഒരാളെ പോലെ തന്നെ തോന്നുന്നുണ്ട്. അത് ശരിയാ. നമ്മുടെ ശിശുക്കുട്ടനെ പറ്റിയ മോള് അല്ലേ? എന്താണ്? ഒരു ധ്യാനത്തിലാണ്, ഉണർത്തരുത്. ഒന്ന് പോടപ്പാടുന്നു ഓരോ കാര്യങ്ങളായിട്ട് ഇറങ്ങിയത്. ഷിജു, എന്താണ് അളിയ? എന്താണ് വേണ്ടത്? ഇങ്ങോട്ടൊന്നും വേണ്ട, അങ്ങോട്ട് തരാം. എന്ത് ഒരു അഡ്വൈസ്. അതെ, അഡ്വൈസ്? ഫ്രീ, മറ്റാർക്കും ഞാൻ കൊടുക്കാത്ത അഡ്വൈസ്. ഇന്ന് നിന്റെ ദാമ്പത്യ ജീവിതത്തിന് അടിത്തറിയുന്ന ദിവസമാണല്ലോ, അതുകൊണ്ട് ചോദിക്കാ, വല്ലതും അറിയാമോന്ന്? എന്തറിയാൻ പോന്നു? ശരീരം മാത്രം വളർന്നിട്ടുള്ളൂ, മാനസികമായിട്ട് ഈ പയ്യൻ വളർന്നിട്ടില്ല. ഒരേ ഷിജു, ചില പഴയ സിനിമകളിൽ കാണുന്ന പോലെ കഥയും കുറ്റിയിട്ടിരുന്ന് നീയും ഭാര്യയും മൂത്തറും നോക്കിയിരുന്ന ആ വലിയ അനുഭവത്തിന്റെ വിളിച്ചതി പറയാ. നീയും നിന്റെ ഭാര്യയും കുറച്ച് ഏജ് ഓവറാ, അതുകൊണ്ട് കാര്യപരിപാടികളൊക്കെ കുറച്ച് പെട്ടപ്പെട്ടായിക്കോട്ടെ. ഒന്ന് പോയാലേ ഓരോ വൃത്തികേട് പറഞ്ഞു. ഇതാണ് ഈ മലയാളികളുടെ കുഴപ്പം. ഒരു കുട്ടി ഉണ്ടാകുന്നത് നല്ല കാര്യം, അതുപോലെ കുട്ടി എങ്ങനെ ഉണ്ടാകുന്നു എന്ന് പറയുന്നത് എങ്ങനെ വൃത്തികേടാകും. സദാചാരം സദാചാരം. ഷിജു, നിന്റെ അളിയനെ വിളിക്കണ എവിടാ? ഗുരുഭക്തിയുടെ കാര്യത്തിൽ ശിശുക്കുട്ടാ, ബാ. എന്താട്ടാ? ഇങ്ങ് വന്നേ. അവിടെ എന്താ പരിപാടി? അവിടെ അവര് വെറുതെ വെള്ളോടെയും അങ്ങനെ കുഴപ്പമൊന്നുമില്ലല്ലോ. കുഴപ്പമില്ല. വേറെ അതെ, മോൻ്റെ അടുത്ത് എനിക്ക് വളരെ സീരിയസ് ആയിട്ടൊരു കാര്യം പറയാനുണ്ട്. എന്താണ്? വല്ല പേയ്മെന്റും ബാക്കിയുണ്ടോ? ഏയ്, അതൊന്നുമല്ല. പിന്നെ ഇതിപ്പോ ഈ ആദ്യത്തേത് ഇവിടം വരെ ഒന്നും എത്തിയില്ലല്ലോ. എവിടെ വരെ? വീട് വരെ. അതവിടെ നിന്ന് അങ്ങോട്ട് പോയില്ലേ? ഇതിപ്പോ സജിത നമ്മുടെ വീട്ടിലെ ഒരു അംഗമാണ്. അതുകൊണ്ട് തന്നെ ആ കുട്ടിക്കൊരു കുറവുണ്ടായത് നോക്കേണ്ടത് നമ്മുടെ കടമയാണ്. അപ്പോ അതുകൊണ്ട് ചോദിക്കുക, നിനക്ക് ഈ ശാരീരികമായിട്ടുള്ള അതിനെ കുറിച്ചൊക്കെ വല്ല അറിവുണ്ട്? നിങ്ങൾക്ക് എന്തിന്റെ കാലാണിത്? ഇതൊന്നും അത്ര എളുപ്പമല്ലട്ടാ.